ഗൈസ്, വെൽക്കം ടു യോലോ. അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഔട്ട് എന്താവുന്നൊന്നും അറിയില്ല, പക്ഷേ ഐ ഹാവ് ലോട്ട് ഓഫ് പ്ലാനിങ്. സോ ഐ വെൽക്കം യു ഓൾ ടു മൈ 26th ബർത്ത്ഡേ വ്ലോഗ്. സോ അങ്ങനെ അമിയദാസിന് 26 വയസ്സായിരിക്കുകയാണ്. ഇത് ഞാൻ എടുക്കുന്നത് 11-ാം തീയതിയാണ്. വീഡിയോ മിക്കവാറും അപ്ലോഡ് ചെയ്യുക 15-ാം തീയതിയാണ്. പക്ഷേ എൻ്റെ ബർത്ത്ഡേ 13-ാം തീയതിയാണ്. 13/3/1999 കോഴിക്കോട് പുലർച്ചെ 2:16 എൻ്റെ ജനനം. അങ്ങനെ കോഴിക്കോട് ജനിച്ച ഞാൻ പിന്നെ വയനാട്ടിലൊക്കെ വന്ന് നിന്ന് 10 വരെയൊക്കെ പഠിച്ച് +1 +2 പഠിച്ച് ഡിഗ്രി പഠിച്ച് PG പഠിച്ച് അതിനുശേഷം ഡിപ്ലോമ കോഴ്സൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വയനാട്ടിൽ തന്നെ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം എൻ്റെ ഈ 26 കൊല്ലത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര കഷ്ടപ്പാട് എന്നും പറയാൻ പറ്റില്ല. കുഴപ്പമില്ല, അങ്ങ് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട്. കുറേ വിഷമങ്ങളുണ്ടായിരുന്നു, കുറേ സന്തോഷങ്ങളുണ്ടായിരുന്നു, കുറേ ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ അബദ്ധങ്ങളുണ്ടായിരുന്നു, കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയൊക്കെ ജീവിതം പോലെ തന്നെയായിരുന്നു എൻ്റെ ലൈഫ്. ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി എന്നെ സഹായിച്ച കുറച്ച് ആൾക്കാരുണ്ട്. അതിൽ ദ ഫസ്റ്റ് വൺ എൻ്റെ അപ്പ അമ്മ, എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ. ഇവർ കഴിഞ്ഞിട്ടേ എൻ്റെ ലോകത്ത് എനിക്ക് വേറെ ആരും. കാരണം ഞാനിവിടെ ഉണ്ടായത് ഇവർ കാരണമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കാരണമാണ്. അപ്പം എൻ്റെ ബർത്ത്ഡേയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ഇത്രയും നല്ലൊരു അച്ഛനെയും അമ്മേനെയും എനിക്ക് കിട്ടിയത് കൊണ്ടാണ്. കാരണം എൻ്റെ ലൈഫിലെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എൻ്റെ പോസിറ്റീവ്സും എൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എൻ്റെ സന്തോഷവും എൻ്റെ സങ്കടവും ഒക്കെ ഒരുപോലെ അക്സെപ്റ്റ് ചെയ്ത് അന്നും ഇന്നും ഒരേ ലെവലിൽ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവർ മാത്രമേ ഉള്ളൂ. ഇത് മാത്രം പറഞ്ഞാൽ പോരാ, എനിക്കൊരു സഹോദരനുണ്ട്. ഞങ്ങൾ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് ഐഡിയോളജികളിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിലും എനിക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് അവൻ വേണം. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും എനിക്കൊരു ജോബ് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഈവൻ എൻ്റെ ഒരു കുഞ്ഞു കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ മെസ്സേജ്. ഇപ്പോഴത്തെ ഒരു കോമഡി എന്താണെന്ന് വെച്ചാൽ അമ്മയും അച്ഛനൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നിന്ന് വോയിസ് അയച്ചിട്ട് എനിക്ക് ചീത്ത കേട്ടു എന്ന് പറയാനും എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെ അന്ന് തൊട്ടേ എൻ്റെ ലൈഫിലുണ്ട്. വളരെ അപൂർവ വ്യക്തികളെ ഒരു ചുരുക്കകാലം കൊണ്ട് നമ്മളുടെ ലൈഫിൽ ഭയങ്കര ഇൻസ്പയർ ചെയ്യും. അങ്ങനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരാളാണ് എൻ്റെ എൻ്റെ ഏടത്തിയമ്മ റിത്തുമോ. ഞാൻ ഈ ബർത്ത്ഡേയിൽ ശരിക്കും വേണ്ട ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഏടത്തിയമ്മേനെ കേട്ടോ. ഉണ്ടെങ്കിൽ വിൽ ബി ഹാവിങ് ലൈക്ക് ഒരുപാട് ഫൺ കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെ കൂടെ എൻ്റെ അച്ഛമ്മ മരിച്ചിട്ട് ഇന്നത്തേക്ക് 2 കൊല്ലമായി. ബർത്ത്ഡേ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് അച്ഛമ്മേൻ്റെ ഒരു വിഷയം, രാവിലെ ഒന്ന് എണീച്ച് കുളിച്ച് അമ്പലത്തിൽ പോയിക്കൂടെ നിനക്ക്. ഇതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഐ എം സോ മച്ച് ഗ്രേറ്റ്ഫുൾ ദാറ്റ് എൻ്റെ ഫാമിലി, എൻ്റെ ഹോൾ ഫാമിലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 26 കൊല്ലത്തെ ജീവിതം വളരെ ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുപോകാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ദ ഹോൾ നാരായണിയമ്മൻസ് ഫാമിലി ആൻഡ് മൈ കാലിക്കറ്റ് ഫാമിലി, സുനി ആൻറ്റി, ഇളയച്ചൻ, കാരണം എല്ലാവരും. എൻ്റെ വീഡിയോ കണ്ടതിൽ കൂടെ മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഞാൻ നല്ലൊരു എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഹ്യൂജ് ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഇത് അല്ലെങ്കിലും എനിക്ക് കുറേ അടിപൊളി ഫ്രണ്ട്സ് എൻ്റെ നാട്ടിലുണ്ട്. ഇവരെല്ലാവരും കൂടെ വരുന്ന സമയത്താണ് എൻ്റെ ലൈഫ് കുറച്ചും കൂടെ കളർഫുള്ളും കുറച്ചും കൂടെ അഡ്വഞ്ചറസ് ആവാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത്. സോ ഇവരോടും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. നിങ്ങളെ ഇന്ന് വെൽക്കം ചെയ്യാൻ പോകുന്നത് എൻ്റെ 26th ബർത്ത്ഡേ ഞാൻ എങ്ങനെയാണ് ആഘോഷിച്ചതെന്നാണ്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മളെ ഹിന്ദുസിൻ്റെ ബർത്ത്ഡേയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നാളാണ്. അപ്പോൾ എൻ്റെ 4 ദിവസം ഞാൻ എന്താ ചെയ്തതെന്ന് നമുക്കൊന്ന് പോയി ഓടിപ്പോയി കണ്ടിട്ട് വരാം. 4 ദിവസം രാവിലെ തന്നെ എണീച്ച് കുളിച്ച് ഫുഡൊന്നും കഴിക്കാണ്ട് ഗണപതി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. അതിനുശേഷം ഞാനൊരു മസാല ദോശ കഴിച്ച് സെർണിറ്റിയിലെത്തി, എന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിലെത്തി. ബർത്ത്ഡേക്ക് ആരൊക്കെ ഗിഫ്റ്റ് തന്നാലും സ്വന്തമായിട്ട് ഗിഫ്റ്റ് വാങ്ങും ഒരു പ്രത്യേക സന്തോഷം. ഓരോരുത്തർക്കും ഓരോന്നിനോട് ക്രേസ് ആയിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത് ഈ ഡ്രസ്സസിനോടാണ് കേട്ടോ. ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് ജീൻസും ടോപ്പൊന്നും വാങ്ങില്ല, കുറച്ച് നോർമൽ ചുരിദാർ വാങ്ങാം അല്ലെങ്കിൽ കുർത്തി ടോപ്സ് വാങ്ങാനായിരുന്നു പ്ലാനിങ്. അങ്ങനെ ഞാനൊരു 3 ഡ്രസ്സ് ഓർഡർ ചെയ്തു കേട്ടോ. ആദ്യം കാണിച്ച് വയലറ്റും റോസും ഞാൻ ഓർഡർ ചെയ്ത ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. വലിയ റേറ്റ് ഒന്നുമില്ല. മൂന്നാമത് ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിയത് എനിക്ക് തോന്നുന്നു മീഷോ എന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ ഇട്ട് കണ്ട് കൊത്തിയായിട്ട് വാങ്ങിയൊരു ഡ്രസ്സാണ്. അടിപൊളി കോട്ട് സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ പാൻറ് ഒരു പ്രത്യേക മോഡലാണ്. അപ്പോൾ ഇതായിരുന്നു 4 ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചു. എൻ്റെ ലൈഫിലെ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഷൂട്ടൊക്കെ ചെയ്യണം ബർത്ത്ഡേക്ക്. കാരണം കുറേ പേരിങ്ങനെ 26ഉം 36ഒക്കെ പിടിച്ച് നിൽക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ സ്റ്റാഫ്മാരോടൊക്കെ പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ കൂട്ടി ഞാനൊരു ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ക്രേസ്. ആരെപ്പോൾ എടുക്കുക എന്ന് പറഞ്ഞാലും ഞാൻ വരും.
ശരിക്കും ഫണ്ണിയായിട്ടുള്ള ഷൂട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ ഈ ഷൂട്ട്. ബലൂൺ മാറിപ്പോകുന്നത്, പോപ്പർ പൊട്ടുന്നില്ല, എന്തൊക്കെ തമാശകളായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് അടിപൊളി ഫോട്ടോസ് കിട്ടി കേട്ടോ. എല്ലാ ഫോട്ടോസും ഒന്നും ആഡ് ചെയ്യുന്നില്ല, എനിക്ക് കിട്ടിയതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോട്ടോസ് ഞാൻ ആഡ് ചെയ്യാം. ആഹാ, എന്താല്ലേ ഭംഗി. ഓക്കെ, അങ്ങനെ എൻ്റെ ആ ആഗ്രഹവും പൂവണിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിൽ ലേറ്റ് ആകണ്ട, അങ്ങ് നടത്തിക്കാണ്. 26 ബർത്ത്ഡേ ഞാൻ മാക്സിമം. ഇനി എൻ്റെ ബർത്ത്ഡേ ആണ് 30/3/2025. എന്ത് നടക്കും, എന്താവും ഒന്നും അറിയില്ല. നമുക്ക് വേഗം പോയി അതും കൂടെ കണ്ടിട്ട് വരാം. പിറന്നാൾ ദിവസം രാവിലെ ഏറ്റവും സിമ്പിളായ ഡ്രസ്സ് ഇട്ടാ കേട്ടോ ഞാൻ പോയെ. അപ്പോൾ അവിടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ ക്ലയൻസും എൻ്റെ സ്റ്റാഫ്സും എല്ലാം കൂടെ കൂടിയിട്ടായിരുന്നു കേട്ടോ കേക്ക് കട്ടിങ്. ഒരു കോൺഫിഡൻഷ്യാലിറ്റിയുടെ ഭാഗമായിട്ട് ഞാൻ സ്റ്റാഫുമാരെ കാട്ടാൻ പറ്റില്ല, കാരണം സ്റ്റാഫുമാരും പേഷ്യൻസും എല്ലാവരും കൂടെ മിക്സ് ആയിട്ടാണ് നിന്നത്. അതിനുശേഷം എൻ്റെ പേഷ്യൻസിന് ഞാൻ എപ്പോഴും സെഷൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവർ 1 hour ഒരു എൻജോയ്മെൻറ്റ് സെഷൻ എനിക്ക് വേണ്ടി പ്ലാൻ ചെയ്തു കേട്ടോ. ചെറിയ ചെറിയ ഗെയിംസൊക്കെ കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ട് കളിപ്പിച്ചു. ഇതിപ്പോൾ എന്തോ ആനയ്ക്ക് വാല് വരയ്ക്കലായിരുന്നു കേട്ടോ സംഭവം. ഞാൻ ഉടായ്പ കൂടെ വരച്ചിട്ടൊക്കെ ഉണ്ട്. ഈ ബർത്ത്ഡേ എനിക്ക് വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു, കാരണം എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, എൻ്റെ സന്തോഷത്തിൽ കൂടെ നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി. വീട്ടിലെത്തിയപ്പോൾ നല്ല അടിപൊളി ബിരിയാണി അമ്മ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞാൽ പുറത്തുനിന്ന് വാങ്ങാമെന്ന്, പക്ഷേ അമ്മ പറഞ്ഞു വേണ്ട, ഞാൻ തന്നെ നിനക്ക് ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന്. ഞാൻ ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് എൻ്റെ പേഷ്യൻസ് എന്നോട് ഓൾറെഡി പറഞ്ഞത് ടീച്ചറെ ലഡു ജിലേബിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആവശ്യത്തിലധികം ലഡുവും ജിലേബിയും വാങ്ങിക്കൊണ്ട് പോയിരുന്നു. എൻ്റെ നൈബേഴ്സിനും എൻ്റെ ഫാമിലി എന്ന് വെച്ചാൽ എൻ്റെ വീടിന് ചുറ്റുമായിട്ട് ഒരു 6-7 വീടുണ്ട്, അവർക്ക് എല്ലാവർക്കും വീട്ടിൽ പോയി ലഡു കൊടുത്തു കേട്ടോ. ദ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഗിഫ്റ്റാണ്. എനിക്ക് പറയാവുന്നതിലും അധികം ഗിഫ്റ്റ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആര് തന്നു എന്ത് തന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ ഗിഫ്റ്റും എനിക്ക് ഒരുപോലെ ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഈ ഗിഫ്റ്റിലുപരി കുറേ പേരെന്നെ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു, കുറേ പേരെന്നെ 12 മണിക്ക് കോൾ ചെയ്തു, കുറേ പേരെന്നെ വീഡിയോ കോൾ ചെയ്തു, കുറേ പേര് എനിക്ക് ലോങ് മെസ്സേജിൽ കൂടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കുറേ പേര് ഫോട്ടോസും വീഡിയോസും ഒക്കെ സ്റ്റാറ്റസ് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ വലിയ ട്രഷേഴ്സാണ് കേട്ടോ. കാരണം എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ഓർത്ത് വെച്ച് പ്ലാൻ ചെയ്ത് സർപ്രൈസ് ആയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിലും വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. എല്ലാ ഗിഫ്റ്റും എല്ലാം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാം. അപ്പം അങ്ങനെ അത്യാവശ്യം കുറേ ഗിഫ്റ്റ്സൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. വാച്ച് കിട്ടി, ലിപ്സ്റ്റിക്ക് കിട്ടി, പിന്നെന്താ കമ്മലുകൾ കിട്ടി, പിന്നെ ബാഗ് കിട്ടി, ഒരു ലോഡ് ചോക്ലേറ്റ്സ് കിട്ടിയിരുന്നു. വീട്ടിൽ കേക്ക് കട്ടിങ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചോക്ലേറ്റ്സ് തന്നെ ഒരു ലോഡുണ്ട്. പിന്നെ ഏട്ടനും ഏടത്തിയൊക്കെ ഉണ്ട് കേക്ക് കട്ട് ചെയ്യാനൊരു രസമാണ്, കാരണം അവരൊക്കെ കഴിക്കും. വീട്ടിൽ അമ്മയാണെങ്കിൽ അച്ഛനാണെങ്കിലൊക്കെ ചെറിയ ചെറിയ പീസേ കഴിക്കും. പിന്നെ വേണ്ട, ഓൾറെഡി കേക്ക് കട്ടിങ് ഓൾറെഡി കഴിഞ്ഞല്ലോ. അങ്ങനെ എനിക്കൊരു ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്, പിന്നെന്താ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, പിന്നെ അങ്ങനെ. പിന്നെ എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് വാങ്ങിയത്, ഒരു ഫ്ലവർ ബൊക്കെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കിട്ടാത്ത കുറേ വെറൈറ്റി സാധനങ്ങളാണ് കിട്ടിയത്. ഇതൊക്കെയാണ് ചോക്ലേറ്റ്സ്. പിന്നെ എനിക്ക് മീൻ കിട്ടി, ഇതാണ് ഈ വരുന്ന മീൻ. ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റാണ്. പിന്നെ ഞാൻ എനിക്ക് തന്നെ സെൽഫ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളൊരു സാധനം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു 3-4 ജോഡി ഡ്രസ്സും വാങ്ങി, പിന്നെ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു മൂക്കുത്തിയും വാങ്ങി. അപ്പോൾ അതാണ് എനിക്ക് എൻ്റെ സന്തോഷത്തിന് എനിക്കായി കൊടുത്ത എൻ്റെ ഒരു വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ സെൽഫ് ഗിഫ്റ്റ്. അങ്ങനെ ഐ വാസ് വെരി മച്ച് ഓവർവെൽംഡ് വിത്ത് ഒരുപാട് ആൾക്കാർ ഇൻ മൈ ലൈഫ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് ഐ ലവ് യു സോ മച്ച്. സോ ഫൈനലി എൻ്റെ 26th ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ എല്ലാം നല്ല അടിപൊളി കളർഫുള്ളായി വന്നിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവ്രി വൺ. എനിക്ക് വിഷ് ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ ഇത്രയും കാലം എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ നിന്നത്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു.